കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി ഫേസ്ബുക്കിലും മറ്റുള്ള സമൂഹ മാധ്യമങ്ങളിലും ഓല ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനിക്കെതിരെ സമരം ചെയ്യുന്ന ഒരു യുവാവിന്റെ പോസ്റ്റുകൾ കണ്ടിരുന്നു. ഈ വാഹനം വാങ്ങിയ ശേഷം സർവീസ് ലഭിക്കാതെ ദുരിതം അനുഭവിക്കുന്ന വിഷ്ണു എന്നൊരു യുവാവ് 2 ആഴ്ചയോളമായിട്ട് സമരം ചെയ്യുന്നു. വണ്ടി തള്ളിക്കൊണ്ട് സമരം ചെയ്ത ഇയാൾ പിന്നീട് റോഡിന്റെ അരികിൽ ഇരുന്നുകൊണ്ട് ഭിക്ഷ യാചിക്കുന്ന ഒരു സമരമാർഗവും സ്വീകരിച്ചിരുന്നു. ഈ സ്കൂട്ടർ ക്രെയിൻ വെച്ച് പൊക്കി നിർത്തിയും ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഒറ്റയ്ക്ക് ജീവിക്കുന്ന വിഷ്ണു ഓൺലൈൻ ഡെലിവറി ചെയ്താണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. തട്ടാരമ്പലത്തുള്ള ഷോറൂമിൽ നിന്നും ലോൺ വ്യവസ്ഥയിൽ ഈ സ്കൂട്ടർ വാങ്ങിയ ശേഷം പലതവണ ഇത് കേടാകും. അത് ശരിയാക്കി കിട്ടാൻ വേണ്ടിയാണ് വിഷ്ണുവിന്റെ ഈ സമരം. എന്നാൽ വിഷ്ണു റോഡിൽ നിന്ന് ഭിക്ഷ എടുത്ത് സമരം ചെയ്യുന്നത് കണ്ട് അനൂപ് എന്ന വ്യക്തിയും സുഹൃത്തുക്കളും ഇയാളെ സഹായിക്കാൻ വന്നിരുന്നു. വിശന്നിരുന്ന വിഷ്ണുവിന് ഭക്ഷണം വാങ്ങി കൊടുക്കുകയും അയാളുടെ ജീവിത പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയപ്പോൾ ഈ സ്കൂട്ടറിന്റെ ലോൺ അടക്കാനുള്ള മുഴുവൻ തുകയും അവർ കൊടുക്കാം എന്ന് ഏൽക്കുകയും ചെയ്തു. ലോൺ തീർക്കാനുള്ള തുകയോടൊപ്പം വിഷ്ണുവിന് തൽക്കാലം താമസിക്കാനും ഒരു ജോലി ശരിയാകുന്നതുവരെ ജീവിക്കാനുമായി കുറച്ചുകൂടി പണം ചേർത്ത് 3.25 ലക്ഷം രൂപ സുഹൃത്തുക്കൾ 3 അക്കൗണ്ടുകളിൽ നിന്നായി വിഷ്ണുവിന് കൊടുക്കുകയും ചെയ്തു. സമരം നിർത്തി സോഷ്യൽ മീഡിയയിലെ പോസ്റ്റുകൾ എല്ലാം ഡിലീറ്റ് ചെയ്ത് ആ ലോൺ ക്ലോസ് ചെയ്ത് ആ പഴയ വണ്ടി അനൂപിന്റെ പേരിലേക്ക് കൊടുക്കാം എന്നതായിരുന്നു ഇവർ തമ്മിലുള്ള ധാരണ. ഈ സ്കൂട്ടർ 15 ദിവസത്തിനകം റെഡിയാക്കി കൊടുക്കാം എന്ന് കമ്പനിക്കാർ പറയുകയും ചെയ്തു. അവരുടെ സ്റ്റോക്കിലുള്ള ഒരു വണ്ടിയുടെ പാർട്സ് എടുത്ത് ഇതിൽ ഫിറ്റ് ചെയ്ത് വണ്ടി ശരിയാക്കാം എന്നും പറഞ്ഞു. അതോടെ വണ്ടിയുടെ മുന്നിൽ നിന്ന് ചിരിച്ചുകൊണ്ട് വിഷ്ണു ഒരു വീഡിയോയും എടുത്തിരുന്നു. ഇനിയും ഒല തന്നെ തുടരും എന്നൊക്കെ അയാൾ പറയുകയും ചെയ്തു. ഇത്രയൊക്കെ ചെയ്തിട്ടും തലേന്ന് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മറന്നുകൊണ്ട് പിറ്റേന്ന് വീണ്ടും വിഷ്ണു സമരം ചെയ്യാൻ ഇറങ്ങുകയായിരുന്നു. വണ്ടി പേര് മാറ്റി അനൂപിന് കൊടുക്കില്ലെന്നും പറഞ്ഞു. ഓൺലി മീ ആക്കി വെച്ചിരുന്ന വീഡിയോകൾ വീണ്ടും പബ്ലിക് ആക്കി ഇടുകയും ചെയ്തു. അതോടെ അനൂപ് വിഷ്ണുവിനോട് പണം തിരികെ ചോദിക്കുന്നു. അതും കൊടുക്കില്ലെന്നാണ് അയാൾ പറയുന്നത്. ഒടുവിൽ വണ്ടിയുടെ പൈസ വേണ്ടെന്ന് അനൂപ് പറയുന്നു. ബാക്കി 99,000 രൂപ ഇവർ തിരികെ കൊടുക്കുന്നു. ഈ 2.25 ലക്ഷം രൂപയും മേടിച്ച് പോക്കറ്റിലിട്ടാണ് ഇപ്പോൾ ഇയാൾ ഈ നെറുകെട്ട സമരവുമായി വീണ്ടും മുന്നോട്ട് പോകുന്നത്. കൂടാതെ അനൂപിനെ ഭീഷണിപ്പെടുത്തി ഇനിയും ലക്ഷങ്ങൾ വേണമെന്നാണ് വിഷ്ണുവിന്റെ ആവശ്യം. ഈ പണം തന്നത് അനൂപും സുഹൃത്തുക്കളും ആണെന്ന് വ്യക്തമായി അറിയാവുന്ന വിഷ്ണു പറയുന്നത് ഒല കമ്പനിയാണ് ഇവരെ കൊണ്ട് ഈ പൈസ കൊടുപ്പിച്ചതെന്നാണ്. എന്തായാലും അനൂപ് പോലീസ് സ്റ്റേഷനിൽ 2 കംപ്ലൈന്റുകൾ നൽകിയിട്ടുണ്ട്. കൂടാതെ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമൊക്കെ കത്തുകളും അയച്ചിട്ടുണ്ട്. ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ വിഷ്ണു പോസ്റ്റുകൾ ഇടുകയാണ്. അനൂപ് എന്ന വ്യക്തി തന്നെ പറ്റിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അനൂപ് നൽകിയ 2.5 ലക്ഷം രൂപ ഇപ്പോഴും കയ്യിൽ വെച്ചിട്ടാണ് ഇത്തരം പച്ചക്കള്ളങ്ങൾ വിഷ്ണു വിളിച്ചു പറയുന്നത്.